പണ്ടൊക്കെ ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചാൽ അവരെന്നെ കളിയാക്കി ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നീ കറുത്തിട്ടാണല്ലോ, നീ എന്താ അങ്ങനെ മെലിഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് തെറി വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥമാകും. പറഞ്ഞവരങ്ങ് നടന്നു പോകും. പക്ഷേ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ച് നമ്മൾ പോകുന്നിടത്തും നടക്കുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും ഒക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും അല്ലേ. ഇത് ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ്. നമ്മളിത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, നല്ലൊരു സിനിമ കാണാൻ പറ്റില്ല, നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റില്ല. ഇത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മളൊരു തൊട്ടാവാടി പോലെയാവും. ഒരു തൊട്ടാവാടിയുടെ അടുത്ത് പോയി വിടർന്ന് നിൽക്കുന്ന അതിൻ്റെ ഇലകളെ തൊടുമ്പോൾ അതങ്ങ് വാടിപ്പോകും. അത് നമുക്ക് കൗതുകമാണ്. നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, അതിനെ തൊടും, അത് വാടും, എണീക്കും, വാടും, എണീക്കും. മനുഷ്യന് ഇതുപോലെ തന്നെയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ വേദനകളും ഇല്ലായ്മകളും ദുഃഖങ്ങളും കാണാൻ വലിയ കൗതുകമാണ്. ഒന്ന് കുത്തിയാൽ വേദനിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും. തൊട്ടാവാടി ചെടി എന്തെങ്കിലും ഒരിക്കൽ തൊടുമ്പോൾ വാടുന്നില്ല എങ്കിൽ അതിനെ വീണ്ടും വീണ്ടും തൊടാൻ ആരും പോകില്ല. നമ്മളെ ഇങ്ങനെ ആരെങ്കിലും കുത്തി നോവിക്കാനും കളിയാക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ വാടാതിരുന്നാൽ, നമുക്ക് വേദനിക്കാതിരുന്നാൽ നമ്മളെ കുത്താനും തൊണ്ടാനും ആരും വരില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കാതെ നമ്മളെ വേദനിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ചിലർ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വയറ് മറച്ചു പിടിക്കാൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് കഷണ്ടിയുണ്ട്, വയറുണ്ട്, ഞാൻ തടിച്ചിട്ടാണ്, കറുത്തിട്ടാണ്, അതിനെ ഞാൻ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. ആരും എന്തെങ്കിലും പറയട്ടെ, നമ്മളെല്ലാത്തിനും പോയി മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴാണ് ആൾക്കാരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത്. നത്തിങ് ടു പ്രൂവ് എന്നല്ലേ. അതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജീവിതത്തിൽ ഒഴുകി നടന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. തുറക്കട്ടെ മനസ്സുകൾ.